ഇടുക്കി മണിയാറൻകുടിയിൽ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ കുഞ്ഞു മരിച്ചു. പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസന്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത്. വിശ്വാസപ്രകാരം ആശുപത്രിയിൽ ചികിത്സ തേടാത്ത വിഭാഗത്തിൽപ്പെട്ടവരാണിവർ. പോലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട് അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുതോണി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വീട്ടിലെ പ്രസവത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് ആവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടുണ്ട്, പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഇതെപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു കുഞ്ഞിന്റെ മരണം? പോലീസ് എന്ത് നടപടിയെടുത്തു? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരം ലഭിക്കുന്നത്. മണിയാറൻകുടിയിലുള്ള ഒരു വീട്ടിൽ പ്രസവം നടക്കുകയും നവജാത ശിശു മരണപ്പെടുകയും ചെയ്തു എന്ന വിവരം അറിഞ്ഞ് പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തുകയായിരുന്നു. PHCയിൽ നിന്നുള്ള അടക്കമുള്ള വിദഗ്ധരെത്തുമ്പോഴേക്കും തന്നെ ഈ കുട്ടി മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇത് വിശ്വാസപരമായ കാരണങ്ങളാൽ ചികിത്സ നിഷേധിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം. ഇവർ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളാണ്. ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് ജോൺസൺ പെന്തക്കോസ്ത് വിഭാഗത്തിലെ പാസ്റ്ററാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ വിധികൾ വിധേയരാകുന്ന ആളുകളല്ല വിശ്വാസപരമായി. അങ്ങനെ ഗർഭിണിയായിരുന്നിട്ടും ഭാര്യ ബിജോയ്ക്ക് ചികിത്സ നൽകുവാൻ ഈ ജോൺസൺ തയ്യാറായില്ല. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ പ്രസവത്തിന് ശേഷം ഈ ഭാര്യയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലാണ്. അവിടെ പോലും ഈ പ്രസവാനന്തര ശുശ്രൂഷകൾ നൽകാൻ ഡോക്ടർമാരെയോ സിസ്റ്റർമാരെയോ ഈ ജോൺസൺ അനുവദിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇരുവരും, ഈ കുടുംബം മുഴുവൻ തന്നെയും ഇടുക്കി മെഡിക്കൽ കോളേജിലാണുള്ളത്. എന്നാൽ ഡോക്ടർമാരെ ചികിത്സയുമായി ബന്ധപ്പെട്ട യാതൊന്നും ചെയ്യുവാൻ ഇതേവരെ ഭർത്താവ് അനുവദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഗർഭിണിയുടെ വിവരശേഖരണങ്ങൾ അടക്കം നടത്തിയിരുന്നെങ്കിലും പ്രസവ വിവരം ആരോഗ്യവകുപ്പിനെ അറിയിച്ചില്ല. വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയപ്പോഴാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചതിന് ശേഷം അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പാസ്റ്ററും ഭാര്യയുമാണ് ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയത്. നിരവധി സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടും അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ആശുപത്രിയിൽ പോകാതിരുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് എന്നൊക്കെയാണ് ഇവർ വിശദീകരിക്കുന്നത്. അവർ ആശുപത്രിയോ ഇല്ലെങ്കിൽ മെഡിക്കൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങളൊന്നും സ്വീകരിക്കുന്ന രീതിയായിരുന്നില്ല. അവരുടെ വിശ്വാസം മാത്രമായിരുന്നു അവരുടെ ആരോഗ്യ സംരക്ഷണവുമായി അവർ സ്വീകരിച്ചിരുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആഷിഖ് വീണ്ടും ചേരുന്നു. ആഷിഖ്, ഈ കുഞ്ഞിന്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? നിലവിൽ അവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രസവാനന്തരമായിട്ടുണ്ടാകുന്ന സ്വാഭാവിക ശാരീരിക അവശതകളും മറ്റും ഈ മാതാവിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടി മരണപ്പെട്ടതിന്റെ മാനസികാഘാതമടക്കം അവർ നേരിടുന്നുണ്ട്. നിലവിൽ പോലീസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. എന്നാൽ അവിടെ വെച്ച് ഡോക്ടർമാർക്ക് ഇവരെ ശുശ്രൂഷിക്കുവാനോ പരിചരണം നൽകുവാനോ ഭർത്താവ് ജോൺസൺ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. തിരുവല്ല സ്വദേശിയാണ് ജോൺസൺ. കുറച്ചു കാലമായി മണിയാറൻകുടി ഭാഗത്ത് താമസിച്ചു വരികയായിരുന്നു. ഭാര്യയായിട്ടുള്ള അവർ ബിജോയ് മണിയാറൻകുടി സ്വദേശിയാണ് എന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം പോലീസ് അറിയുന്നത്. പോലീസ് അറിഞ്ഞ ഉടൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തുകയും മാതാവിനെയും കുട്ടിയെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഇടപെടൽ നടത്തുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കുട്ടി മരണപ്പെടുകയായിരുന്നു. നവജാത ശിശു മരണപ്പെടുകയായിരുന്നു. പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഘട്ടത്തിലും ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള സംവിധാനങ്ങളോ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഒരുക്കിയിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ഗുരുതരമായ സംഭവമാണ്. ഇത്തരം സംഭവങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ പ്രസവ ചികിത്സ ഒഴിവാക്കി അപകടം സംഭവിക്കുന്ന നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വളരെ പ്രസക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ ഭർത്താവ് ജോൺസൺ ഒരു പാസ്റ്ററാണ് എന്നാണ്. പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു പാസ്റ്ററാണ്. അവർ ആധുനിക ചികിത്സാ രീതികളൊന്നും സ്വീകരിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെ രോഗശുശ്രൂഷ വരുത്തുക എന്ന രീതി പിൻപറ്റുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്തരം ചികിത്സാ സംവിധാനങ്ങളോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ പ്രസവാനന്തരവും
കുട്ടി മരിച്ച ശേഷവും മാതാവിന് ചികിത്സ നൽകുവാൻ ആ കുടുംബം തയ്യാറായിട്ടില്ല. പോലീസ് ഇടപെടണമെന്നാണ് ആരോഗ്യവകുപ്പ് വലിയ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് വീട്ടിലെ പ്രസവത്തിൽ കുഞ്ഞും അമ്മയും ഒക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആരോഗ്യവകുപ്പ് അത്തരത്തിലുള്ള പദ്ധതികളിലേക്ക് കടന്നത്. എന്നിട്ടും ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല എന്നതുകൂടിയാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനുശേഷം ആഷിക്ക് ഈ സംഭവത്തിന് ശേഷം കുഞ്ഞു മരിച്ചതിന് ശേഷം അവർക്ക് വലിയ രക്തസ്രാവം ഉണ്ടായി എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കുണ്ട്. അതിനുശേഷം ഈ ഒരു ആശുപത്രിയിലേക്ക് സ്വമേധയാ പോയതാണോ, ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് വലിയ ശ്രമം നടത്തേണ്ടി വന്നോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ? തീർച്ചയായും ആ നിലയിലാണ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. പ്രസവം നടന്നതിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് വിദഗ്ധർ ഈ വിവരം അറിയുന്നത്. തൊട്ടടുത്തുള്ള പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും പരിശോധന നടത്തുകയുമായിരുന്നു. തുടർന്ന് കുട്ടി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നു. ഉടനടി തന്നെ മാതാവിനെയും ഈ കുട്ടിയുടെ മൃതദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് പോലീസ് സംഭവ സ്ഥലത്തെത്തി വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയുമാണ്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വിശ്വാസപരമായ കാരണങ്ങളാണ് ഈ ചികിത്സ നിഷേധിക്കുവാനുള്ള കാരണമെന്നാണ്. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പ്രസവാനന്തര ശുശ്രൂഷകൾ നൽകുവാൻ ഭർത്താവ് ജോൺസൺ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ നിസ്സഹായമായി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതോടെ ചില ബഹളങ്ങളടക്കം ഈ ഭർത്താവ് സൃഷ്ടിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് നിയന്ത്രിച്ച വേണ്ട ചികിത്സ നൽകാനുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ധന്യ. ശരി.